ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മൈ കുക്കിംഗ് സ്റ്റോറീസ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി മുട്ടക്കറിയാണ്. ഈ ഒരു കറി എന്ന് പറയുന്നത് നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോകുമ്പം കഴിക്കുന്ന അതേ ടേസ്റ്റോട് കൂടിയും അതേ ഒരു ഗ്രേവി കൂടിയുള്ള ഒരു കറിയാണിത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഒരു കറി ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ 4 മുട്ട ഞാനിവിടെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇത് ഫ്രൈ ചെയ്യണം. അപ്പോൾ അതിന് മുന്നേ ഞാനിതൊന്ന് ഇങ്ങനെ കത്തി കൊണ്ട് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഈ പൊടികളൊന്ന് ഈ മുട്ടയിലേക്കൊന്ന് തേച്ച് പിടിപ്പിക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു സവോള ഞാനിതുപോലെ ക്യൂബായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഞാനൊരു പച്ചമുളകാണ് ഇടുന്നത്. അപ്പോൾ അത്യാവശ്യം എരിവുള്ളതുകൊണ്ട് ഞാൻ ഒറ്റ പച്ചമുളകേ എടുത്തിട്ടുള്ളൂ. അതുപോലെ കുറച്ച് മല്ലിയില ഇത്രയും ഇട്ടിട്ട് നമുക്ക് വെള്ളം ചേർക്കാതെ ഒന്ന് അരച്ചിട്ട് മാറ്റി വെക്കാം. അതുപോലെ വേറൊരു ബൗളിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ തൈരാണ്, അധികം പുളിയില്ലാത്ത തൈര്, അതിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇനി കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടിയും അതുപോലെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി അതുപോലെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയും ഇട്ടിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ആദ്യം മുട്ട ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഫ്രൈ ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. നമുക്ക് തിരിച്ചു മറിച്ചു ഇട്ടിട്ട് ആ ഒരു മസാലയുടെ ഒക്കെ ഒരു പച്ചമണം പോകുന്നത് വരെ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇനി ഇതിൻ്റെ ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടി അതേ പാനിലേക്ക് തന്നെ കുറച്ചും കൂടി ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു കഷ്ണം ബേ ലീഫ്, അതുപോലെ 2 കഷ്ണം പട്ട, പിന്നെ 2 ഏലക്ക ഇത്രയും ഇടുന്നുണ്ട്. അതുകൂടെ തന്നെ ഇതിലേക്ക് കുറച്ച് ചെറിയ ജീരകം, അതായത് ക്യൂമിൻ സീഡ് ഒരു 1/4 ടീസ്പൂൺ കൂടി ഇടുന്നുണ്ട്. ഇനി ഇത് വളരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ആ ഒരു ജീരകത്തിൻ്റെയും ഈ ഒരു സ്പൈസിൻ്റെയൊക്കെ നല്ലൊരു മണം വരും. അതുവരെ നമുക്കിതുപോലെ ഒന്ന് ഇങ്ങനെ വഴറ്റി കൊടുക്കാം. ഇനി ഇതൊന്ന് റോസ്റ്റായി വരുമ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും, ഞാനിപ്പോൾ ഇവിടെ കാശ്മീരി മുളക് പൊടിയാണ് യൂസ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കറിക്കൊക്കെ നല്ലൊരു കളർ കിട്ടും. അപ്പോൾ ഇത്രയും പൊടികളിട്ടിട്ട് തീ വളരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ. ഇനി അടുത്ത ഇതിലേക്ക് നമ്മൾ നേരത്തെ ഗ്രൈൻഡ് ചെയ്ത് വെച്ച ആ ഒരു പേസ്റ്റില്ലേ, നമ്മൾ മല്ലിയിലയും സവോളയും കൂടിയുള്ള, അതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്കിതൊരു കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചിട്ട് നമുക്കിത് കുക്ക് ചെയ്തിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ മസാലയൊക്കെ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഒരു തൈരിൻ്റെ മിക്സില്ലേ, അതാണ് ഇതിലേക്ക് ഇടുന്നത്. അപ്പോൾ നമ്മൾ ഇതെല്ലാം റെഡിയാക്കുന്നത് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ്.
ഇനി അതിലേക്ക് കുറച്ച് ഫുഡ് കളർ ആഡ് ചെയ്യുന്നുണ്ട്. അത് പ്യുവർലി ഓപ്ഷണൽ ആണ്. ഇതിപ്പോൾ നമ്മൾ ഹോട്ടലിലത്തെ ആ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് ആഡ് ചെയ്യുന്നത്. ഇനി ഇത്രയും ഇട്ടിട്ട് നമുക്ക് ഒന്നും കൂടി മിക്സ് ചെയ്യാം. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്ക് ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 കപ്പ് നേരിയ ചൂട് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്കതൊന്ന് മൂടി വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാൻ. അപ്പോൾ അപ്പോഴത്തേക്കും ഈ ഗ്രേവി ഒരു നല്ല കുറുകിയ കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഗ്രേവിയൊക്കെ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച് മുട്ട ഇട്ടെടുക്കാം. എന്നിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് 2 മിനിറ്റും കൂടി നമുക്കൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. ഇനി അവസാനമായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് ഗാർണിഷ് ചെയ്താൽ നമ്മുടെ മുട്ടക്കറി റെഡിയാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു കറി ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഇത് നമുക്ക് പൊറോട്ട, ചപ്പാത്തി അല്ലെങ്കിൽ അപ്പം എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെൽ ഐക്കൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്